സുഹൃത്തുക്കളെ, ഇപ്പോൾ സമയം രാത്രി 12:11. കർണാടകയിലെ മംഗലാപുരത്തൂടെ ട്രെയിൻ മുൻപോട്ട് പോകുന്നു. നിനക്കുറക്കമൊന്നുമില്ലയോ എന്ന് ചോദിച്ചാൽ എക്സൈറ്റ്മെന്റ് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. ഇരുട്ടിലാണെങ്കിൽ പോലും അകലെ കാണുന്ന കാഴ്ചകളും നമ്മളോട് കഥകൾ പറയും. ആ കഥയും കേട്ടുള്ള യാത്രയ്ക്ക് കൂടെ കുടിക്കൂ. നമുക്ക് ഇന്ന് തന്നെ അങ്ങ് മുംബൈയിലെത്തണം. അങ്ങ് ദൂരെ മിന്നുന്ന കുറേ ലൈറ്റുകൾ. കുറച്ചുകൂടി മുൻപോട്ട് വന്നപ്പോൾ ഒരു ഭയങ്കര ഇൻഡസ്ട്രിയുടെ ഭാഗം പോലെ തോന്നി. അതെ, ആ ദൂരെ കാണുന്നത് വലിയ പെട്രോളിയം കമ്പനികളാണ്. HP, ONGC പോലുള്ള വമ്പന്മാർ നടത്തുന്ന പെട്രോനെറ്റ് MHB ലിമിറ്റഡ് എന്ന കമ്പനിയാണത്. ഇതാണെങ്കിൽ അവിടുത്തെ മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ഓയിൽ, നാഫ്ത തുടങ്ങിയ പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്ന കമ്പനിയിലേക്ക് കോക്ക് അഥവാ ചുട്ട കൽക്കരി കൊണ്ടുപോകുന്ന സ്ഥലമാണ്. അടുത്ത് തന്നെ ഈ ട്രെയിൻ നിർത്താത്ത ഒരു സ്റ്റോപ്പുണ്ട്. മംഗലാപുരത്തേക്കുള്ള കൊങ്കൺ റെയിൽവേയുടെ അധികാരപരിധിയിലുള്ള അവസാനത്തെ സ്റ്റേഷനാണ് ഈ തോക്കൂർ റെയിൽവേ സ്റ്റേഷൻ. ഇടയ്ക്കെല്ലാം ടണൽസാണ്, അതുകൊണ്ട് തന്നെ കുറ്റിയിരുട്ടും. അങ്ങനെ രാത്രി മുഴുവൻ വണ്ടി ഓടി രാവിലെ 6 മണിയോടടുത്തപ്പോൾ ഗോവയിലെ മഡ്ഗാവ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. ആഹാ, ഗോവയിലേക്ക് ഇനി എന്നാണോ നമ്മുടെ യാത്ര? ഐ ആം വെയിറ്റിംഗ്. ഗോവയിലെ തന്നെ ഡീസൽ റോളിംഗ് സ്റ്റോക്ക് ഡിപ്പോയിൽ നിർത്തിയിട്ടിരിക്കുന്ന ഡീസൽ നിറഞ്ഞ ഗുഡ്സ് ട്രെയിൻ ആയിരിക്കായത്. ഇവിടുത്തെ പല സ്ഥലവും കണ്ടിട്ട് കേരളത്തോട് നല്ല സാദൃശ്യം എനിക്ക് തോന്നി. വെറുതെ തോന്നിയായിരിക്കും. ഇരുട്ട് നിറഞ്ഞ മറ്റൊരു തുരങ്കത്തിൽ നിന്നും വെളുപ്പിനത്തെ അരണ്ട വെളിച്ചത്തിലേക്ക് കാടുകൾക്കിടയിൽ കൂടി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെ കാഴ്ച. മുൻപോട്ട് പോകുമ്പോൾ കാണാം സ്ട്രീറ്റ് ലൈറ്റുകൾ നിറഞ്ഞ നാഷണൽ ഹൈവേ 366 വണ്ടിയിൽ പോകുന്നത്. തൊട്ടടുത്ത് തന്നെ കാണുന്നത് മുഴുവൻ കോർട്ടാലിം എന്ന പേരുള്ള സ്ഥലത്തെ മാൻഗ്രൂവ് ഫോറസ്റ്റും സുവാരി നദിയുമാണ്. ഒപ്പം വമ്പൻ പാലങ്ങളുടെ കാഴ്ചകളും കാണാം. വടക്കും തെക്കും ഗോവയെ ബന്ധിപ്പിക്കുന്ന സുവാരി പഴയ പാലവും മനോഹർ സേതു എന്ന പേരിൽ 2023 ഡിസംബർ അവസാനം ഉദ്ഘാടനം ചെയ്ത പുതിയ സുവാരി ബ്രിഡ്ജുമാണ് ഈ കാണുന്നത്. 2701 കോടി ചെലവിൽ നിർമ്മിച്ച 640 മീറ്റർ നീളമുള്ള രാജ്യത്തെ രണ്ടാമത്തെ നീളം കൂടിയ കേബിൾ സ്റ്റേ ഉള്ള 8-വരി പാലം. നമ്മൾ ഈ കാഴ്ച കാണുമ്പോൾ ട്രെയിൻ ഒരു കൂറ്റൻ ഇരുമ്പ് പാലത്തിലൂടെ ഓടുകയാണ്. എന്തൊരു ഭംഗിയുള്ള പ്രദേശം അല്ലേ? ടൂറിസത്തിന്റെ വലിയ സ്കോപ്പുള്ള ഏരിയ. ഇനിയും കിടക്കുന്നതേ ഉള്ളൂ നിബിഡമായ കണ്ടൽക്കാടുകൾ. ആ കണ്ടൽക്കാട്ടിലൂടെ ഒരു അഡ്വഞ്ചറസ് ബോട്ട് യാത്ര അടിപൊളിയായിരിക്കും. പെരുമ്പാമ്പൊക്കെ കാണുമായിരിക്കും. സുഹൃത്തുക്കളെ, ഈ കണ്ടൽക്കാട് ഏക്കർ കണക്കിനുണ്ട്. ഇഷ്ടം പോലെ തെങ്ങ്, കേരവൃക്ഷം, ചതുപ്പ് നിലങ്ങൾ, പച്ചപ്പും ഹരിതാവയും. ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. കേരളത്തോട് എവിടെയൊക്കെയോ ഒരു സാദൃശ്യമുണ്ട്. സമയം 7 മണിയായി. ഗോവയുടെ തലസ്ഥാനവും മധ്യഭാഗത്തായും സ്ഥിതി ചെയ്യുന്ന പഞ്ചിം അഥവാ പനാജിയുടെ ഏറ്റവും അടുത്തുള്ള കർമാലി റെയിൽവേ സ്റ്റേഷൻ. ഈ സ്റ്റേഷന്റെ ബിൽഡിംഗ് കണ്ടിട്ട് അത്ര പഴക്കം ചെന്നിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ വലിയ തിരക്കുള്ള സ്റ്റേഷനല്ല. നല്ല മനോഹരമായ യാത്രയുടെ മൂഡ് കളയാനായിട്ട് ചില കാഴ്ചകൾ അങ്ങനെയും. തുരങ്കം ഇറങ്ങുന്നിടത്ത് സൈഡിലിട്ടിരിക്കുന്ന വേസ്റ്റുകൾ. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ മാണ്ഡവി നദിയും അതിനു മുകളിലൂടെയുള്ള ഇരുമ്പ് പാലവും അക്വേറിയസ് കപ്പൽശാലയും കാണാം. ഇരുമ്പ് പാലങ്ങൾക്ക് മുകളിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമാണ് ട്രെയിനിന്റെ താളത്തിന്. ചുവന്ന പൂക്കൾ നിറഞ്ഞ മരങ്ങൾ, ചുവന്ന് തുടുത്ത സൂര്യൻ കാർമേഘം നിറഞ്ഞ ആകാശത്തിലൂടെ ഉയർന്നു വരുന്നതേ ഉള്ളൂ. നല്ല തണുത്ത അന്തരീക്ഷമാണ്. ഈ സമയത്ത് കുറച്ച് പിടിച്ചിട്ടാൽ സാരമില്ല. പക്ഷെ വെയിലായി കഴിഞ്ഞാൽ പിന്നെ പണി പാടും. വെളിയിലത്തെ ചൂടില്ലാത്ത കുറച്ച് ശുദ്ധമായി ശ്വസിക്കുവാണിപ്പോൾ. അപ്പോഴേക്കും അടുത്ത സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞു. അടുത്ത് തന്നെ ഒരു ഗുഡ്സ് ട്രെയിനും കിടപ്പുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര് കണകൊണ. നല്ല പേര്, കണകൊണ. ഞാൻ വായിച്ചു നോക്കുകയായിരുന്നു. CANACONA. ഞാൻ ജസ്റ്റ് എഴുന്നേറ്റ സമയത്ത് വായിച്ച പേരാണ് കണകൊണ. നോർത്ത് ഗോവയിലെ സിർക്കയും എന്ന സ്ഥലത്തെ തിവിം റെയിൽവേ സ്റ്റേഷൻ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ. ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേഷ് ആൻഡ് സുരേഷ് വ്ലോഗ്സിൻ്റെ പുത്തൻ വീഡിയോയ്ക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പം നിൽക്കുന്ന ഈ സ്റ്റേഷൻ്റെ പേര് തിവിം എന്നാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ താനെ സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. എത്രയും പെട്ടെന്ന് നമ്മൾ മനസ്സിൽ കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ എടുത്തന്നെ കിടക്കുന്നത്.
ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കി നടത്തുന്നതായിരിക്കണം ഒരു വലിയ ആയുർവേദ തിരുമൽ കേന്ദ്രം ഈ തിരുമിൽ തന്നെ കണ്ടു. തിരുമൽ കേന്ദ്രം എന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞെങ്കിലും അതിൻ്റെ പേര് അഖില ഭാരതി ആയുർവേദ സംസ്ഥാൻ എന്നൊക്കെയാണ്. പിന്നെയും ഓരോ ടണൽസ് കയറി ഇറങ്ങി മുമ്പോട്ട് പോവാണ്. ഓരോ തുരങ്കത്തിന്റെയും കവാടത്തിൽ അതിന്റെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗോവ കഴിഞ്ഞ് മഹാരാഷ്ട്ര തുടങ്ങിയതോടെ പ്രകൃതിയുടെയും അന്തരീക്ഷത്തിന്റെയും ആളുകളുടെയും ഒക്കെ മട്ടും ഭാവവും ഒക്കെ അങ്ങ് മാറി. അധികം ആളുകൾ ഇല്ലാത്ത ധൈര്യത്തിലാകണം ടിക്കറ്റ് എടുക്കാതെ അകത്ത് കയറിയ ഒരാളിന് TTR ഫൈൻ അടപ്പിക്കുകയാണ്. ആൾ കൂടിക്കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യത്തില്ല, എടുത്ത് പുറത്തു കളയുമെന്നുള്ള പേടി കാണുമായിരിക്കും. ഗോവയിൽ മൊത്തം നനഞ്ഞ ചതുപ്പ് ഭൂമിയും കണ്ടൽ കാടുകളുമാണെങ്കിൽ ഇവിടെ ഉണങ്ങി വറ്റി വരണ്ട ഭൂമിയും കൽപ്രദേശവും മരക്കൂട്ടവും പാഴ്ഭൂമിയുമാണ്. കങ്കാവലി സ്റ്റേഷൻ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഉണങ്ങിക്കിടക്കുന്ന കുറേ കൃഷിസ്ഥലം കാണാം. കൽക്കുന്നുകൾക്കിടയിലൂടെ ചെന്ന് തുരങ്കം കയറി പോവുകയാണ്. പുറത്തേക്കുള്ള അങ്ങേ തലയ്ക്കൽ ഒരു വെട്ടം കാണാൻ പറ്റും. ഒടുവിൽ ആ വെളിച്ചത്തിലേക്കുള്ള എൻട്രി. ഓരോ തുരങ്കവും കയറിയും ഇറങ്ങിയുമുള്ള ഈ യാത്ര ഒരു വ്യത്യസ്തമായ അനുഭവമാണ് സമ്മാനിക്കുക. മരങ്ങൾ നിറഞ്ഞ വലിയ കാട്ടുപ്രദേശം, നടുക്ക് കുറച്ച് കൃഷിഭൂമിയാണെന്ന് തോന്നുന്നു. ഒഴുക്കുപറ്റി ഉരുളൻകല്ലുകൾ നിറഞ്ഞ ഒരു തോട്, തോടിന് കുറുകെ ഒരു ചെറിയ പാലം. ഈ കാണുന്ന കാഴ്ച പൻവേൽ വയഡക്റ്റിലൂടെ പോകുമ്പോഴാണ്. ഭയങ്കര പേടിപ്പെടുത്തുന്ന ഉയരമുള്ള 2 മലകളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. പിന്നെയും മുമ്പോട്ട് പോകുമ്പോഴുള്ള യാത്ര ഭീകരമായ ഉയരമുള്ള പോമെൻഡി വയഡക്റ്റിലൂടെയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ പോകുന്നത് കൊങ്കൺ പാതയിലൂടെയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന്റെ വടക്കേ ഭാഗം, പശ്ചിമഘട്ടവും തീരപ്രദേശവും ഇഴുകി സ്ഥിതി ചെയ്യുന്ന കൊങ്കൺ. ഇതിലൂടെ മഹാരാഷ്ട്രയിലെ റോഹയെയും കർണാടകത്തിലെ മംഗലാപുരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽപാതയാണ് കൊങ്കൺ റെയിൽവേ. 60 സ്റ്റേഷനുകൾ, 91 ടണൽസും 1858 പാലങ്ങളും ഈ കൊങ്കൺ പാതയിലുണ്ട്. ഇതിനിടയ്ക്കുള്ള 6.5 കിലോമീറ്റർ നീളമുള്ള കർബുദ് എന്ന പേരുള്ള തുരങ്കമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. കേരളത്തിൽ നിന്നുള്ള രാജധാനി, തുരന്തോ, നേത്രാവതി, മംഗള ലക്ഷദ്വീപ്, സമ്പർക്ക് ക്രാന്തി, മരുസാഗർ തുടങ്ങിയ ട്രെയിനുകൾ ഈ പാത വഴി ഓടുന്നവയാണ്. ഇതിന്റെ നിർമ്മാണ ചുമതല ഒരു മലയാളിക്കായിരുന്നു. മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരൻ ചുരുക്കത്തിൽ 760 കിലോമീറ്റർ ദീർഘമേറിയ പ്രകൃതി രമണീയമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു പാത. ഈ കാണുന്നത് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ പ്രധാന പടിഞ്ഞാറൻ ചാനൽ നദിയും ശാസ്ത്രി നദിയുടെ കൈവഴിയുമാണ് ബാവ് നദി. അതിന് പുറത്തുകൂടി നമ്മൾ പോകുന്ന പാലത്തിന്റെ പേരും ശാസ്ത്രി ബ്രിഡ്ജ് എന്നാണ്. നട്ടുച്ചയായി നല്ല വെയിലുണ്ട്, ഒപ്പം നല്ല ചൂടും. ചൂടത്തുള്ള യാത്ര നമ്മളെ അധികം ക്ഷീണിപ്പിക്കും. എന്നാൽ തുരങ്കത്തിന്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ആ ചൂടൊന്ന് മാറിക്കിട്ടും. അങ്ങനെ ഒരു 1:45 ആയപ്പോഴേക്കും ഇന്നലത്തെ പോലെ തന്നെ വാങ്ങി ഓരോ ചിക്കൻ ബിരിയാണി കഴിച്ചു. പക്ഷേ ഈ ബിരിയാണി മറ്റേതിൽ നിന്നും വ്യത്യസ്തമാണ്. രണ്ടും 2 ഫ്ലേവറാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്ന 5 നദികളിൽ ഒന്നാണ് ഈ കാണുന്ന സാവിത്രി നദി. അതിന്റെ കരയിൽ വളരെ അടുത്തടുത്തായുള്ള കുറേ ചെറിയ വീടുകൾ കാണാം. കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോഴാണെങ്കിൽ നമ്മുടെ പാളത്തിന് സമാന്തരമായി ഒരു റോഡ് കാണാം. അതിനപ്പുറം വലിയ കുന്നുകളും കുന്നുകളുടെ സൈഡിൽ ചെറിയ വീടുകളും, ഇനി അടുത്താണെങ്കിൽ ചുവന്ന പൂക്കൾ നിറഞ്ഞൊരു മരവും. അടുത്ത സ്റ്റേഷനാണ് കേട്ടോ. ഇത് വീർ എന്നാണ് സ്റ്റേഷന്റെ പേര്. മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും കാണാം ആ റോഡ്. അത് നമ്മുടെ കേരളത്തിലൂടെയും കടന്നു പോകുന്ന ദേശീയപാത 66 ആണ്. കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട് കൊച്ചി വഴി മുംബൈയിലെ പൻവേലിൽ എത്തുന്ന റോഡ്. ഏക്കർ കണക്കിന് ഉണങ്ങി വരണ്ട് കരിഞ്ഞ ഭൂമികൾ, ഇടയ്ക്ക് കീഴിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ചെറിയ വീടുകൾ, എങ്ങും തരിശു ഭൂമികൾ. ചുട്ടുപൊള്ളുന്ന സൂര്യതാപത്തിൽ ഉണ്ടാകുന്ന യാത്രാക്ഷീണം ഒരു പരിധിവരെ ഒഴിവാക്കാൻ ഞാനങ്ങ് വിൻഡോ ക്ലോസ് ചെയ്തു. വിഷ്ണു തുറന്നിരിപ്പുണ്ട്, വിയർത്തൊഴുകി. ഒരു 4:30 ആയപ്പോൾ വിൻഡോ തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. ലോജിസ്റ്റിക്കുകൾ കൈകാര്യം ചെയ്യുന്ന കുറേ കമ്പനി ഇതിനടുത്തുണ്ട്. അവരുടെ വെയർ ഹൗസുകളും മറ്റുമാണ്. അതുകൊണ്ടാണ് ഇത്രയും അധികം കണ്ടെയ്നറുകൾ ഇവിടെ കിടക്കുന്നത്. ഇതൊക്കെ ട്രെയിനിൽ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. അടുത്തു തന്നെ പുറകിലായി വലിയ ഫ്ളാറ്റുകൾ കാണാം. മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ തന്നെ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ, സോമത്നെ റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെയാണ് തോന്നുന്നത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സ്റ്റോപ്പില്ല. പക്ഷെ നമ്മുടെ വണ്ടി നിർത്തുന്ന അടുത്ത സ്റ്റോപ്പ് ഒരു 4:45 എത്തി. പൻവേൽ റെയിൽവേ സ്റ്റേഷൻ നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധിപ്പിക്കുന്ന ഒരു സ്റ്റേഷനാണിത്. വളരെ മോഡേണായിട്ട് നിർമ്മിച്ച ഒരു സ്റ്റേഷൻ, പക്ഷേ പരിപാലനവും വൃത്തിയുടെയും കാര്യത്തിൽ വളരെ പിന്നിലാണ്.
സ്വല്പം മുമ്പോട്ട് പോയാൽ ഒരു വലിയ പാലത്തിന്റെ കീഴിൽ പട്ടാള യൂണിഫോം ആണെന്ന് തോന്നുന്നു ധരിച്ച ഒരാൾ ഇരുന്ന് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. പാലത്തിനുള്ള കാവലാണോ അതോ ഇനിയും നെറ്റ്വർക്ക് ഉള്ളിടത്ത് വന്ന് കസേരയിട്ടിരുന്ന് തോണ്ടുവാണോ? പക്ഷെ ആളുടെ കയ്യിൽ ഫൈബർ ലാത്തിയുണ്ട്. ചെറുതും വലുതുമായ മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ്, ചിലതാണെങ്കിൽ പുതുപുത്തൻ, മറ്റു ചിലത് പഴകിയിട്ട് വീഴാറായത്. എല്ലായിടത്തും കുന്നുകൂടിയ കെട്ടിട മാലിന്യങ്ങളും പൊടിയും, വലിയ നിർമ്മിതികൾക്കായി കൂട്ടിയിരിക്കുന്ന മെറ്റൽ കൂനകളും മറ്റ് റോ മെറ്റീരിയൽസും, നിറയെ കുടുംബങ്ങളുമായി ആളുകൾ നിറഞ്ഞ അപ്പാർട്ട്മെന്റുകൾ. ആ അപ്പാർട്ട്മെന്റുകളിലെ ഓരോ ബാൽക്കണികളിലും ഉണക്കാൻ വിരിച്ചിരിക്കുന്ന തുണികൾ കണ്ടില്ലേ? ഒരു ഭാഗത്ത് ആൺപെൺ വ്യത്യാസമില്ലാതെ പാളത്തിൽ പണിയെടുക്കുന്ന കൂലിപ്പണിക്കാർ, കുഞ്ഞുങ്ങളുമായി വന്ന് ഈ പൊരുവെയിലത്ത് ഒരു ചാൺ വയറിനായി കഷ്ടപ്പെടുന്നവർ, കഠിന ജോലികൾ ചെയ്ത് കറുത്തിരുണ്ട അവരുടെ ജീവിതങ്ങൾ. മറുഭാഗത്ത് അമ്പരചുംബികളായ സൗധങ്ങളിൽ വസിക്കുന്ന AC ഓഫീസുകളിൽ ഇരുന്ന് ഇവരെ നിയന്ത്രിക്കുന്ന ദി എഡ്യൂക്കേറ്റഡ് ആൻഡ് വെൽത്തി പീപ്പിൾസ്. ഈ രണ്ടു തരം ജനങ്ങൾ തമ്മിലുള്ള അകലം കൂടിക്കൂടി വരികയാണ്. അങ്ങ് ദൂരെ കാണുന്നത് വലിയ ക്വാറികളാണ്. പോകുന്ന വഴിക്കെല്ലാം മുംബൈ സബർബൻ ട്രെയിനുകൾ കാണാം. നമുക്കെന്തായാലും അതിലൊന്ന് കയറണം. പിന്നെ ഈ നദികളും ഇരുമ്പ് പാലങ്ങളും ഒപ്പം കുത്തി നിറച്ച അപ്പാർട്ട്മെന്റുകളുടെ ശ്വാസം മുട്ടുന്ന നഗര കാഴ്ചകളും. ഒരു ടണൽ കൂടി പുറത്തിറങ്ങിയപ്പോൾ വെള്ളത്തിൽ നിറയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഇനിയും ഏറെ ദൂരം മാലിന്യം കൊണ്ട് നിറഞ്ഞ സ്ഥലത്തിനും അപ്പുറം കാണുന്ന ചേരിയുടെ കാഴ്ചകളാണ്. ശരിക്കും ഇവിടെ നിന്ന് കാണുമ്പോൾ ആ ചേരിയുടെ കാഴ്ച എത്ര ഭീകരമാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഡ്രോൺ വ്യൂ കാണുവാണെങ്കിൽ ഈ ചേരി എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ പിന്നാലെയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്നും നിർത്തിയിരിക്കുന്ന പുകക്കുഴലുകൾ, അതിൽ നിന്നും ഉയർന്നു പോകുന്ന പുകച്ചുരുളുകൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുന്നു. ഇടയ്ക്ക് തകർന്നുപോയ ഫാക്ടറിയുടെ ശേഷിപ്പുകൾ കാണാം. അങ്ങനെ കാഴ്ചകൾ കണ്ട് 5:45 ഞങ്ങൾ മുംബൈയിലെ തന്നെ താനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങൾ താനേൽ എത്തിയിരിക്കുകയാണ്. ഇനി പോകേണ്ട സ്റ്റേഷൻ്റെ പേര് മുലണ്ട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അതെ, തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ പറയുമ്പം എന്തുവാ പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതെ, നമ്മൾ വന്ന ട്രെയിൻ ഇതാ പോകുന്നു. അങ്ങോട്ടല്ലേ വേണ്ട? ഫോട്ടോ എടുത്തേക്കാം. സെൽഫി എന്നാ ഹ്യൂജ് ആളല്ലേ. നീ വിശാലമായ സ്റ്റെപ്പ് ഇറങ്ങും. അത് എൻ്റെ ഈ ഫ്രണ്ടിൽ ബാഗ് ഉള്ളതുകൊണ്ട് കാണുന്നില്ലടാ. സുഹൃത്തുക്കളെ, ഈ മുമ്പിലും പുറവശത്തും ഓരോ ബാഗ് ഉള്ളതുകൊണ്ട് ഫ്രണ്ട് കാണുന്നില്ല. തലയും കുത്തി വീണ പണിവാളി. സുഹൃത്തുക്കളെ, വിഷ്ണുവിന് ഹിന്ദി നല്ല വശമുണ്ട്. അവൻ ആൾക്കാരോടൊക്കെ ചോദിച്ച് ഉത്തരങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ഇങ്ങനെയുള്ളൊരു കൂട്ടുകാരനുള്ള വലിയ കാര്യമാണ്. പിന്നെ അതല്ലേ ഇവനെ കൂടെ കൊണ്ടു നടക്കുന്നത്. സുഹൃത്തുക്കളെ, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വിഷ്ണു നടക്കുന്ന നടപ്പാണ് ഈ കാണുന്നത്. തേരാപ്പാര നടക്കുകയാണ്. സെൽഫ് ടിക്കറ്റിംഗ് സോൺ. ചെന്ന് കയറിക്കോട്. കണ്ട സുഹൃത്തുക്കളെ, ഇവിടെ ആണെങ്കിൽ നമുക്ക് തന്നെ അറിയാമെങ്കിൽ ടിക്കറ്റ് എടുക്കാം. അറിയാമെങ്കിൽ ടിക്കറ്റ് എടുത്താൽ പോലെ അറിയാമെങ്കിൽ എടുത്താൽ മതി. എന്നാൽ അങ്ങോട്ട് പോയി എടുക്കാം. അപ്പോൾ അറിയാത്ത പണിക്ക് പോകണ്ടെന്നാണ് വിഷ്ണു പറയുന്നത്. ഇനി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും കാണാൻ പോകുന്ന സ്ഥലങ്ങളുമെല്ലാം തുടർന്നുള്ള വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ. വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.